പോലീസ് സുരക്ഷ മുഴുവൻ അകത്തേക്ക് കയറിയ പ്രവർത്തകരുടെ വിവരങ്ങളുമായുണ്ട്. അശ്വിൻ, കുറച്ച് പ്രവർത്തകർ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പുറത്ത് ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ അപ്പുറത്ത് കുറച്ചുപേർ അകത്ത് കയറിയിരിക്കുന്നു, ഓഫീസിലേക്ക് കയറിയിരിക്കുന്നു. എന്താണ് അവിടെ കാണുന്നത്? സ്മൃതി, ഇപ്പോൾ പുറത്തുണ്ടായിരുന്ന SFI പ്രവർത്തകരിൽ ചിലർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൻ്റെ ഓഫീസിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടാണുള്ളത്. ഈ ഗേറ്റ് തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗേറ്റ് പോലീസ് തടഞ്ഞതോടുകൂടി തന്നെ മറ്റൊരു ഭാഗത്തു കൂടി ഓടി രജിസ്ട്രാറുടെ VC-യുടെ ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമമാണ്. അശ്വിൻ ഡിയേഗോ, അവിടെ പോലീസില്ലേ? പോലീസ് അറിയുന്നില്ലേ പ്രവർത്തകർ ഇതിനകം ഓഫീസിലേക്ക് കയറിയത്? ഭാഗത്ത് പോലീസ് ഉണ്ടായിരുന്നു. കോൺഫറൻസ് ഹാളിൻ്റെ സമീപത്തോടു കൂടി ആണ് ഇപ്പോൾ പ്രവർത്തകർ അകത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ SFI പ്രവർത്തകരെ ഇവർ അകത്തേക്ക് വിളിച്ച് കയറ്റുന്നുമുണ്ട്. മാത്രമല്ല, കൂടുതൽ പേർക്ക് അകത്തേക്ക് കയറുന്നതിന് വേണ്ടി അകത്തു നിന്നും കുറ്റി തുറക്കുകയാണ് പ്രവർത്തകർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്തുകൂടി കറങ്ങി അപ്പുറത്ത് കയറാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ആ ഭാഗത്ത് പോലീസ് നേരത്തെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ മുൻവശത്ത് കൂടി പോകാനായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ഓഫീസിന് ചുറ്റും വളഞ്ഞുകൊണ്ട് സെനറ്റ് ഹാളിൽ കൂടെ സൈഡിലൂടെ തന്നെ ആ സെനറ്റ് ഹാളിൽ കടന്നതിന് ശേഷം അകത്തുകൂടി അപ്പുറത്തെ വശത്തേക്ക് തുറന്ന അശ്വിൻ, ഇപ്പോൾ സെനറ്റ് ഹാളിൽ നിന്ന് ദൃശ്യങ്ങൾ കാണാമല്ലോ. പ്രവർത്തകർ അവിടെ എത്തിയിരിക്കുന്നു. അന്ന് ഭാരതാംബ ചിത്രം, കാവി കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വെച്ച പ്രതിഷേധമുണ്ടായ അതേ സെനറ്റ് ഹാളിലേക്ക് പ്രവർത്തകർ എത്തുകയാണ്. ഇത് VC-യുടെ ഓഫീസിലേക്ക് ലക്ഷ്യം വെച്ചാണോ പ്രവർത്തകർ നീങ്ങുന്നത്? സ്മൃതി, തീർച്ചയായും സെനറ്റ് ഹാളിലൂടെ, അതായത് ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമാകുന്നതും പ്രതിഷേധങ്ങൾക്ക് തുടക്കമാകുന്നതുമായ അവിടെ ജീവനക്കാരുണ്ട്. ജീവനക്കാർ അവിടെ തീർച്ചയായും VC-യുടെ ഓഫീസ് അങ്ങോട്ടേക്കാണ് പ്രവർത്തകർ നീങ്ങാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സെനറ്റ് ഹാളിലൊക്കെ നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ആ ഭാഗത്തായിരുന്നു. അവിടെ നിന്നും പ്രവർത്തകർ കറങ്ങി ഇപ്പുറത്തേക്ക് വന്നാണ് ഇപ്പോൾ ആ പ്രവർത്തകർ പോലീസ് വലിയ തരത്തിലുള്ളൊരു സംഘർഷത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആ കാണുന്ന ഭാഗത്തായിരുന്നു പോലീസും പ്രവർത്തകർ തമ്മിൽ കുന്നും തള്ളും ഉണ്ടായിരുന്നത്. ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ സെലക്ട് ഹോളിൽ കൂടെ തന്നെ കറങ്ങി വന്ന് ഇപ്പോൾ മറുവശത്തെത്തി ഈ വശത്തെ വാതിലുകൾ തുറക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ നിന്നും നേരെ VC-യുടെ മുറിയിൽ ഓഫീസിലേക്ക് നീങ്ങുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് SFI പ്രവർത്തകർ കൂടുതലും ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ചിതറിക്കിടക്കുകയാണ് SFI പ്രവർത്തകർ. പലരും പല മാർഗങ്ങളിലൂടെ കയറാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ഓടിക്കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നുള്ളതാണ്. ചിതറിക്കിടക്കുന്ന SFI പ്രവർത്തകർ പല ഭാഗങ്ങളിലായി ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പോലീസും ഇവരെ ഏറെ പണിപ്പെട്ടാണ് ഇപ്പോൾ നീക്കാനുള്ള ശ്രമത്തിലുള്ളത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് പുറത്തേക്ക് ഏതാനും SFI പ്രവർത്തകർ നീങ്ങുന്നുണ്ട്. ഈ പ്രവർത്തകരാണ് നേരത്തെ സെനറ്റ് ഹാളിലൂടെ ഈ അകത്തേക്ക് കയറി പ്രതിഷേധം രേഖപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത്. അവരെല്ലാം ഇപ്പോൾ പുറത്തേക്ക് കടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്തുകൂടി VC-യുടെ മുറിയിലേക്ക് പോവുക എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അകത്തും ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ ഇവിടെ നിന്നും ഈ പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമത്തിലാണ്. പ്രവർത്തകരാകട്ടെ ചിതറി ഓടി പല ഭാഗങ്ങളിലായി എത്തുന്നത് പോലീസിന് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, പോലീസ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെയെല്ലാം പോലീസ് ഉണ്ടെങ്കിൽ പോലും പ്രവർത്തകരെ കാര്യമായി തടയാനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രവർത്തകർ ഈ യൂണിവേഴ്സിറ്റിയുടെ പല ഭാഗങ്ങളിൽ നിന്നായി അകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്നും മതിൽ ഇപ്പോൾ റോഷിബാലിലേക്ക് കൂടി. റോഷിബാൽ, ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും SFI പ്രവർത്തകർക്ക് കയറുന്നു. ഒരു വശത്ത് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പ്രവർത്തകർ കൂടുതൽ പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് എത്താൻ നിർദ്ദേശിച്ചു. ഏതൊക്കെയോ വഴികളിലൂടെ അകത്തേക്ക് കയറിയാണ്. ജനൽ വഴി അകത്തേക്ക് കയറാനുള്ള ശ്രമം. അശ്വിൻ ഡിയേഗോ, ആ കാഴ്ചയും കാണാമല്ലോ. ജനൽ വഴി കയറുന്നു. ആ ജനൽ എന്നുള്ളത് VC-യുടെ മുറിയുടെ ജനലാണോ?
സ്മൃതി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ജനൽ വഴി വീണ്ടും സെനറ്റ് ഹാളിലേക്ക് കയറി സെനറ്റ് ഹാളിൻ്റെ മറ്റൊരു ഭാഗത്തു കൂടി VC-യുടെ മുറിയിലേക്ക് പോകാനാണ് ഇപ്പോൾ SFI പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് അവർ ഈ സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളിലൂടെയും VC-യുടെ ഓഫീസിലേക്ക് എത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജനൽ ചാടിക്കടന്ന് ഈ ഓഫീസ് വഴി വീണ്ടും സെനറ്റ് ഹാളിലെത്തും. അവിടെ നിന്നും വീണ്ടും മറ്റേ പോലീസ് അടച്ചിട്ടുള്ള വാതിൽ കടക്കാതെ മറുവശത്തു കൂടി VC-യുടെ റൂമിലേക്ക് കയറാൻ സാധിക്കും എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ SFI നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു കൂടി, കാരണം SFI പ്രവർത്തകർക്ക് ഇതിൻ്റെ മുക്കും മൂലയും നന്നായി അറിയാം, ഏത് വഴിയിൽ കൂടി കയറിയാൽ എവിടെ എത്തും എന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും കൂടുതൽ SFI പ്രവർത്തകർ ജനൽ മാർഗം അകത്തേക്ക് കയറ്റി ഇവിടെ നിന്നും സെനറ്റ് ഹാളിൽ കൂടി തന്നെ പോലീസിൻ്റെ ഈ ബാരിക്കേഡുകൾ അതുപോലെ തന്നെ പോലീസിൻ്റെ സുരക്ഷാ നടപടികളൊക്കെ ഭേദിച്ച് VC-യുടെ ഓഫീസിലേക്ക് എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് SFI ഇപ്പോൾ ഈ ഒരു ജനൽ മാർഗമൊക്കെ സാധ്യമായ എല്ലാ മാർഗത്തിലൂടെയും അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധവും നേരത്തെ നമ്മൾ കണ്ടതാണ്. നൂറുകണക്കിന് SFI പ്രവർത്തകർ ഒന്നിച്ചെത്തി ബാരിക്കേഡുകൾ ചാടിക്കടന്നാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് ക്യാമ്പസിലേക്ക് കടന്നത്. പിന്നീട് വലിയ തരത്തിലുള്ള സംഘർഷം, 3 റൗണ്ട് ജലപീരങ്കി നിർത്താതെ പോലീസ് അടിക്കുന്നു. പക്ഷേ അപ്പോഴും പ്രവർത്തകരെല്ലാം ഏതാണ്ട് 75% പ്രവർത്തകർ അകത്തേക്ക് കടന്നിരുന്നു. മാത്രമല്ല ഈ അകത്തേക്ക് കടന്ന പ്രവർത്തകർ തന്നെ ഏതാണ്ട് 50% പ്രവർത്തകരും പുറത്തിരുന്ന് കുറേ മുദ്രാവാക്യങ്ങളടക്കം വിളിച്ചിരുന്നുവെങ്കിലും പോലീസ് ഇവരെ അകത്തേക്ക് കടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് കൂടുതൽ പ്രവർത്തകർ മതിൽ ചാടിക്കടന്നൊക്കെ ഓരോ ഭാഗങ്ങളിൽ നിന്നായി എത്തി. മാത്രമല്ല ഇപ്പോൾ അതിൽ തന്നെയുള്ള ഏതാണ്ട് 20-25 പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് കയറി ഓഫീസ് മാർഗമൊക്കെ സെനറ്റ് ഹാളിലൂടെയൊക്കെ കയറി പ്രതിഷേധം പല ഭാഗത്തു നിന്നാണ് SFI പ്രവർത്തകർ അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഗേറ്റ് വഴിയുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നു. കുറച്ച് വിദ്യാർത്ഥികൾ VC-യുടെ മുറിക്ക് പുറത്ത് കൂട്ടം കൂടി നിൽക്കുന്നു. ചിലർ ജനൽ വഴി, ചിലർ ഓഫീസിലേക്ക് കയറുകയും ചെയ്തിരിക്കുന്നു, സെനറ്റ് ഹാളിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. അതുവഴി VC-യുടെ മുറിയിലേക്ക് കയറുക എന്നതാണോ അവർ ഉദ്ദേശിക്കുന്നത്? ആ മുറി VC ഇല്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുകയായിരിക്കുമല്ലോ. ശക്തിയെ